ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം കൂന്തൽ വെറും മഞ്ഞളും ഉപ്പും മാത്രമായിട്ട് വേവിച്ചത്, അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചതായത്. ഇനി ആദ്യം നമുക്ക് എന്താ വെച്ചാൽ അത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആ തേങ്ങേൻ്റെ അപ്പുറം കുറച്ച് പച്ചമുളക്, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് കൂട്ടിയിട്ട് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. ആദ്യം ഞാൻ ഇത് അരച്ച് വെച്ചിട്ട് വരാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. ഇനി ഒരു കടായി വെക്കുക. ഇനി കുറച്ച് കടുക് പൊട്ടിക്കുക. ഇത് 2 വലിയ ഉള്ളിയാണ്. അത് ഞാൻ നേരിയതാക്കി മുറിച്ചത് അത് ഇടുന്നുണ്ട്. അതൊക്കെ ചെറിയ ഉള്ളിയുണ്ട്, അതും ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്, അത് ഇടുക. കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ തന്നെ അപ്പാട് തന്നെ വെളുത്തുള്ളി ഇഞ്ചി കഷ്ണവും ഉണ്ട്, അത് ഇടുക. ഒന്ന് നല്ലോണം വഴറ്റുക. ഇത് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റണം. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഒരു പകുതി തക്കാളി ഇത് മുറിച്ച് വെച്ച് ഇങ്ങനെ മുറിച്ചിട്ടിടുക. ഒന്നുകൂടി വഴറ്റാം. ഇതിൻ്റെ ഉള്ളിൽ വേണ്ടുന്ന മസാല ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി അരവിലിട്ടിട്ടുണ്ടല്ലോ. കുറച്ച് മുളക് പൊടി ഒരു 2 സ്പൂൺ മതിയാവും, നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. പച്ചമുളക് അരവിലിടുന്നുണ്ടല്ലോ. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, സ്പൂൺ ഫുള്ളായിട്ട്. മീരി മുളക് പൊടി നല്ലോണം മിക്സ് ആക്കുക. ഒരു വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. കൂന്തൽ വേവിച്ച വെള്ളം ഒഴിക്കുക. ഈ സമയം ഇതിലുള്ള ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് അത്യാവശ്യം വേണ്ടതുണ്ട്, ഉപ്പുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് വേവിച്ച് വെച്ച കൂന്തലിടുക. ഇത് അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി കൂന്തളിയിലേക്ക് ഇടാം. ഇത് നല്ലോണം മിക്സ് ആക്കുക. ഇനി ഇതൊന്നും കൂടി വറ്റിക്കോട്ടെ. വേവിച്ചതാണ് നല്ലോണം. കൂന്തൾ ആദ്യം കുക്കറിൽ നല്ലോണം വേവിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര വേവുള്ള സാധനം ഇല്ലേ, പിന്നെ വയറ്റിനൊക്കെ സുഖമില്ലാണ്ടോ. അതുകൊണ്ട് നല്ലോണം വേവിച്ച് വെച്ചത്. ഇനി ഇതിനുള്ളത് ഇതൊന്ന് വറ്റട്ടെ. അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നല്ലോണം മിക്സ് ആക്കുക. കറിവേപ്പില ഇടുക. ഇനി ഇത് നല്ലോണം മൂടി വെച്ച് നല്ലോണം വറ്റുക. വറ്റിയിട്ട് ഇത് നല്ല വരണ്ട് വരണോ ഇത്. ഇതുപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ട് കുറച്ചും കൂടി മേത്തിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് മാത്രം. പിന്നെ കറിവേപ്പില ഞാൻ നേരത്തെ കുറേ കറിവേപ്പില ഇട്ടുകൊണ്ട് ഇടുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.